നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. അതുപോലെ തന്നെ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്: ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കി. ഏതൊക്കെ കേസിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാമെന്ന് നോക്കി. അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓർ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം? ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ പറയാൻ പറ്റണം? ഔട്ട്കംസ് ആയിട്ട് സക്സസും ഫെയിലിയറും ആണ് പറയാൻ പറ്റേണ്ടത്. ഒരു എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുമ്പോൾ അതിലെ സക്സസ് എന്താണ്, അതുപോലെ ഫെയിലിയർ എന്താണ്. അതായത് ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്സസ് എന്ന് പറയും. നമ്മൾ പറയുന്ന ഇവൻ്റ് തന്നെ ഹാപ്പൻ ചെയ്ത സക്സസ്, അതല്ലെങ്കിൽ ഫെയിലിയർ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റുകൾക്കാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണത്. ഇതിൽ തന്നെ സക്സസിൻ്റെ പ്രോബബിലിറ്റിയും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല? P(x) = NCH. P(x) എന്ന് എഴുതാം, ഓർ F(x) എന്ന് എഴുതാം. ഓക്കെ, പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ P(x) എന്ന് കൊടുക്കുന്നത്. അപ്പോൾ P(x) = NCH P(h) Q(n-h). ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, അതായത് ആ ഒരു എക്സ്പെരിമെൻറ്റ് എത്ര തവണ പെർഫോം ചെയ്തു, അതാണ് n. h എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്. അപ്പോൾ കോയിൻ ടോസ് ചെയ്തു, 2 ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവൻ്റ് എങ്കിൽ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ആ സക്സസിൻ്റെ എണ്ണമാണ് h. p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. അതായത് ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നത് കോയിൻ ടോസിങ് ആണ് നമ്മുടെ എക്സാമ്പിൾ എങ്കിൽ, ടോസിങ് ഓഫ് എ കോയിൻ ആണ് എക്സാമ്പിൾ. 5 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഗെറ്റിംഗ് 2 ഹെഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ p എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ p എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. എക്സ്പെരിമെൻറ്റ് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ എക്സ്പെരിമെൻറ്റ് ഒരു തവണ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ p എന്ന് വിളിക്കുന്നത്. q എന്ന് പറഞ്ഞാൽ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിയാണ്. q കണ്ടുപിടിക്കാൻ 1 - p ആണ് ചെയ്യേണ്ടത്. ഇതിൽ h-ൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്? 0 മുതൽ n വരെ നമുക്ക് കൊടുക്കാൻ പറ്റും വാല്യൂസ്. h-ൻ്റെ വാല്യൂസ് 0 ആവാം, 1 ആവാം, എക്സെട്ര ഏത് വരെ കൊടുക്കാം? n വരെ കൊടുക്കാം. അപ്പോൾ ഇതാണ് പഠിച്ചു വെക്കേണ്ട ഫോർമുല. NCH എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ എടുക്കുകയാണ്. n ഐറ്റത്തിൽ നിന്ന് അറ്റ് എ ടൈം h ഐറ്റംസ് എടുക്കുക എന്നുള്ളതാണ്. NCH നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻസ്. അപ്പോൾ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള റിസൾട്ടാണ് ഇതിലുള്ളത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. പ്രോബ്ലം നോക്കാം. 4 coins are tossed simultaneously. What is the probability of getting 2 heads? അപ്പോൾ 4 കോയിൻ എന്ത് ചെയ്യണം? ഒരുമിച്ച് ടോസ് ചെയ്യാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads? അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. നമ്മളിതിന് മുമ്പും പ്രോബബിലിറ്റി എന്നുള്ളൊരു മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ആ ഫോമിൽ ഏതെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമോ? 3 കോയിൻ വരെ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ സ്പേസ് എഴുതിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഗെറ്റിംഗ് 2 ഹെഡ്സിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് പറയാം. അതല്ലാത്ത കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ 4 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്തു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൽ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇതിൽ ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ ഹെഡ് കിട്ടുക എന്നുള്ളതാണ് സക്സസ്, ഹെഡ് കിട്ടില്ല എന്നുള്ളത് ഫെയിലിയറും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് p എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ് ഇൻ എ സിംഗിൾ ട്രയൽ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് p. n എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ഇവിടെ എത്ര കോയിനാണ് ടോസ് ചെയ്ത് നോക്കുക. n-ൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 4. 4 കോയിനാണ് ടോസ് ചെയ്തിട്ടുള്ളത്. സോ n = 4. p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് p. അത് എത്രയാണ്? ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. q കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - p = 1 - p-ൻ്റെ വാല്യൂ 1/2. സോ 1 - 1/2 1/2.
ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹെഡ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ്. എത്ര ഹെഡാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഗെറ്റിംഗ് 2 ഹെഡ്സ് ആണ്. സോ എച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി നമുക്ക് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. എന്താണ്? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിന് പകരം 4 കൊടുക്കാം. ഇപ്പോൾ എഴുതിയ വാല്യൂസ് ഒക്കെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? NCH കാണാനുള്ള P ഓഫ് എച്ച് കാണാനുള്ള ഫോർമുലയാണ് NCH P⁻H Q⁻n−h. ഇവിടെ എച്ചിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് 2 ആണ്. എന്നിൻ്റെ വാല്യൂ 4 ആണ്. പിക്ക് 1/2, ക്യൂവിന് 1/2. അപ്പോൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4C2 P⁻H. പിൻ്റെ വാല്യൂ 1/2 ആണ്. സോ 1/2 എച്ചിൻ്റെ വാല്യൂ 2 ഇൻറ്റു ക്യൂവും 1/2 ആണ്. Q⁻n−h ആണ്. n 4, സോ 4 - എച്ചിൻ്റെ വാല്യൂ 2 വിച്ച് ഇസ് ഈക്വൽ ടു 4C2 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ. 4C2ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 4C2 is equal to കോമ്പിനേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്? 4C ഇവിടെ 2 ആണ് വരണമെങ്കിൽ മുകളിൽ എന്ത് ചെയ്യുക? 4ഉം ബാക്കിലേക്കുള്ള ഒരു നമ്പർ കൊടുക്കുക. ടോട്ടൽ 2 നമ്പർ വരണം. 4ഉം ബാക്കിലേക്കുള്ള ഒരു നമ്പർ കൊടുക്കുക. ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് 2 ഇൻറ്റു 1 എന്ന് എഴുതുക. 2ഉം 4ഉം തമ്മിൽ നമുക്ക് 2 ടൈംസ് ക്യാൻസൽ ചെയ്യാം. സോ 2 ഇൻറ്റു 3 6. അപ്പോൾ 4C2ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 1/2 ഹോൾ സ്ക്വയർ. 1/2 ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയറിൻ്റെ വാല്യൂ 1, 2 സ്ക്വയർ 4 ഇൻറ്റു 1/2 റേസ് ടു 4 - 2. 4 - 2 എത്രയാണ്? 2. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാവും? 1/4 ആവും. അപ്പോൾ 6 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 16 അല്ലേ? ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് മുകളിലത്തെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. ഡിവൈഡഡ് ബൈ താഴത്തെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുകയാണ്. സോ 6 ഇൻറ്റു 1 ഇൻറ്റു 1 6 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 16. 6ഉം 16ഉം തമ്മിൽ നമുക്ക് 2 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 6/2 3, 16/2 8. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടി? 3/8 എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം. The probability that a batsman scores a century in a cricket match is 1/3. What is the probability that out of 5 matches he may score century in? First question, exactly 2 matches, 2 no match. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? The probability that a batsman scores a century in a cricket match is 1/3. ഒരു ബാറ്റ്സ്മാന് ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഒരു ക്രിക്കറ്റ് മാച്ചിൽ ബാറ്റ്സ്മാന് സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? കണ്ടുപിടിക്കേണ്ട ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ്, 5 മാച്ചസിൽ ആ ബാറ്റ്സ്മാന് സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി. എത്രയൊക്കെ സെഞ്ചുറി ചോദിച്ചിട്ടുള്ളത്? ഔട്ട് ഓഫ് 5 മാച്ചസ്, 5 മാച്ചസിൽ എക്സാക്ട്ലി 2 മാച്ചസിൽ എന്ത് വരിക? സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒരു മാച്ചിലും സെഞ്ചുറി കിട്ടുന്നില്ല, അതിൻ്റെ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സാക്ട്ലി 2 മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് സക്സസും ഫെയിലിയറൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോഴേ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിട്ടുള്ളത് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർസ് എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ചാണ്. ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അതിൻ്റെ തന്നെയാണ്. സ്കോർ സെഞ്ചുറി ഇൻ എന്ന് തന്നെയാണ് ക്വസ്റ്റ്യനിലുള്ളത് അല്ലേ? അപ്പോൾ സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിലുണ്ടോ? ഉണ്ട്. അതാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. സെഞ്ചുറി കിട്ടില്ല എന്നുള്ളത് എന്താണ്? ഫെയിലിയർ ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പിയും ക്യൂവും പറയാൻ പറ്റുന്നുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് എത്ര മാച്ചസ് ആണ് ക്വസ്റ്റ്യനിൽ? നമ്പർ ഓഫ് ട്രയൽസ് ആണ് എൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഔട്ട് ഓഫ് 5 മാച്ചസ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. പി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഇവിടുത്തെ ട്രയൽ എന്ന് പറയുന്നത് എന്താ? ക്രിക്കറ്റ് മാച്ചാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചിന് ബാറ്റ്സ്മാന് സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി ഈസ് ഈക്വൽ ടു 1/3. ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - p ആണ്. സോ 1 - 1/3 2/3. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. എക്സാക്ട്ലി 2 മാച്ചസിൽ സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി. എക്സാക്ട്ലി 2 എന്ന് പറഞ്ഞാൽ എച്ചിന് എന്ത് കൊടുക്കാം? അല്ലെ, നമ്മുടെ ഫോർമുല NCH P⁻H Q⁻n−h ആണ്. അതിൽ n എത്രയാണ്? 5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സക്സസ് ആണ്. എന്താണോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന ആ എണ്ണം, കണ്ടുപിടിക്കാൻ പറയുന്ന ആ എണ്ണമാണ് നമ്മുടെ എച്ച് ആയിട്ട് എടുക്കുക, നമ്പർ ഓഫ് സക്സസസ്. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി 2 മാച്ചസ് എന്ന് പറഞ്ഞു. സോ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഫോർമുല എന്തായിട്ട് മാറും? എന്നിൻ്റെ വാല്യൂ 5 ആണ്. സോ 5C ഫോർമുല എന്താ? NCH
p raised to h, q raised to n minus h, n-ന് പകരം 5, c, h-ന് പകരം 2 ആണ് കൊടുക്കേണ്ടത്. p-ൻ്റെ വാല്യൂ 1/3 raised to 2, q-ൻ്റെ വാല്യൂ 2/3 raised to n minus h ആണ്. സോ 5 minus 2 which is equal to 5c2. 5c2 എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2 ആണെങ്കിൽ മുകളിൽ എഴുതേണ്ടത് 5ഉം ബാക്കിലേക്കുള്ള ഒരു നമ്പർ കൊടുക്കാം. 5 into 4 divided by 2 ആയതുകൊണ്ട് 2 into 1. 2ഉം 4ഉം നമ്മൾ 2 ടൈംസ് ക്യാൻസൽ ചെയ്തു. 5 into 2 10. 5c2ൻ്റെ വാല്യൂ 10 into 1/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 square by 3 square, that is 1/9 into 2/3 raised to 5 minus 2. അതായത് 2/3 raised to 5 minus 2 എത്രയാണ്? 3. ഇപ്പോൾ 2 cube by 3 cube എന്ന് വരും. 2 ക്യൂബിൻ്റെ വാല്യൂ 8, 3 ക്യൂബ് 27, which is equal to 10 into 8 into 1 ചെയ്താൽ 80 വരും. 9 into 27, 243. സോ പ്രോബബിലിറ്റി എത്ര കിട്ടി? 80/243. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ മാച്ച്. ഒരു മാച്ചിലും സെഞ്ചുറി സ്കോർ ചെയ്യുന്നില്ല. സോ നോ മാച്ച് എന്ന് പറഞ്ഞാൽ എച്ചിന് എന്ത് ചെയ്യാം? സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഗിവൺ p-ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുള്ളത്. സെഞ്ചുറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? h-ൻ്റെ വാല്യൂ, നമ്പർ ഓഫ് സക്സസ് എത്രയാണ്? സെഞ്ചുറി കിട്ടുക എന്നുള്ളതാണ് സക്സസ്. അപ്പോൾ ഒരു മാച്ചിന് സെഞ്ചുറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ h-ൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് 0 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തേന് എന്ത് ചെയ്യുക? h=0 കൊടുക്കുക. അപ്പോൾ ഫോർമുല എന്തായിട്ട് മാറും? 5c0, 1/3 raised to 0, 2/3 raised to 5 minus 0, which is equal to 5c0ൻ്റെ വാല്യൂ 1 ആണ്. അല്ല, ഇനി നമ്പർ nc0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതുപോലെ ഇനി നമ്പർ raised to 0യും 1 ആണ്. ഇൻറ്റു 2/3 raised to 5. അതിന് നമുക്ക് 2 raised to 5/3 raised to 5 എന്ന് എഴുതാം. 2 raised to 5ൻ്റെ വാല്യൂ 32, 3 raised to 5ൻ്റെ വാല്യൂ 243. സോ 1 into 1 into 32 divided by 243 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം, 8 unbiased coins were tossed simultaneously. Find the probability of getting first question exactly 4 heads, second one no heads, third one 6 or more heads, fourth one at most 2 heads. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? 8 കോയിൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? ടോസ് ചെയ്യാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണ്? എക്സാക്ട്ലി 4 ഹെഡ്. 8 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൽ 4 എണ്ണം ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ നോ ഹെഡ്സ്, ഹെഡ് ഒന്നും വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. തേർഡ് വൺ 6 ഓർ മോർ ഹെഡ്. ടോട്ടൽ 8 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. അതിൽ 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം. 8 കോയിൻ ടോസ് ചെയ്തതിൽ മാക്സിമം 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിനിമം അല്ല, മാക്സിമം 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ കോയിൻ ടോസിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഗെറ്റിംഗ് ഹെഡ്സ് ആണ്. അപ്പോൾ ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. ഇനി ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ട്രയൽസ് ഉണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ 8 കോയിനാണ് ടോസ് ചെയ്തിട്ടുള്ളത്. സോ n = 8. p എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. q കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - p, ദാറ്റ് ഈസ് 1 - 1/2, 1/2. അപ്പോൾ n-ഉം p-യും q-യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി 4 ഹെഡ്. 8 കോയിൻ ടോസ് ചെയ്തതിൽ 4 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി. സോ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? 4 ഹെഡ് കിട്ടുക എന്നുള്ളതാണ്. സോ h-ന് എന്ത് കൊടുക്കുക? 4 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? nch, p raised to h, q raised to n minus h. n-ന് പകരം n ഇവിടെ 8 കോയിൻ ആണ്. സോ n is equal to 8. അപ്പോൾ 8c. h-ന് എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ഹെഡ്സ് ആണ്. സോ h-ന് 4 കൊടുക്കുക. അപ്പോൾ 8c4. p-ൻ്റെ വാല്യൂ 1/2. 1/2 raised to h-ന് 4 കൊടുത്തു. q-ൻ്റെ വാല്യൂ 1/2 raised to n minus h ആണ്. ദാറ്റ് ഈസ് 8 - 4, which is equal to 8c4. 8c4 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? താഴെ 4 ആണ് വരുന്നതെങ്കിൽ ടോട്ടൽ മുകളിൽ എഴുതുമ്പോൾ ടോട്ടൽ 4 നമ്പേഴ്സ് വരണം. 8ഉം ബാക്കിലേക്കുള്ള 3 നമ്പേഴ്സും തമ്മിൽ ഇൻറ്റു ചെയ്യുക. 8ഉം 8ൻ്റെ ബാക്കിലുള്ള 3 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. സോ 8 × 7 × 6 × 5 ടോട്ടൽ 4 നമ്പേഴ്സായി അല്ലേ? അപ്പോൾ ഇവിടെ 4 എന്നായതുകൊണ്ടാണ് നമ്മളിവിടെ ടോട്ടൽ 4 നമ്പർ എന്ന് പറയുന്നത്. സോ 8 × 7 × 6 × 5 ബാക്കിലേക്കുള്ള 4 നമ്പേഴ്സ് എടുത്തു. ഡിവൈഡഡ് ബൈ 4 ആയതുകൊണ്ട് 4 മുതൽ ബാക്കിലേക്ക് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 × 2 × 1 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 × 2 6 ആണ്. അപ്പോൾ 6ഉം ഈ 6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇനി 8ഉം 4ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4ൽ 4 1, 8ൽ 4 2. സോ ബാലൻസ് ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 2 × 5
10 ഇൻറ്റു 7 70. അപ്പോൾ 8C4ൻ്റെ വാല്യൂ എത്ര കിട്ടി? 70 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ്? 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 1/4/2 1/4ൻ്റെ വാല്യൂ 1, 2/4 16 ഇൻറ്റു 1/2 8 - 4. 8 - 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ. സോ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് 1/16. ഇപ്പോൾ 70 ഇൻറ്റു 1 ഇൻറ്റു 1 70 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 16 256. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. സെക്കൻഡ് വൺ എന്താ? നോ ഹെഡ്സ്. 8 കോയിൻ ടോസ് ചെയ്തതിൽ നമുക്ക് ഹെഡ് ഒന്നും കിട്ടുന്നില്ല, കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ എച്ചിന് എന്ത് കൊടുക്കാം? നോ ഹെഡ്സ് ആണ് അല്ലേ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ്. ഹെഡ് കിട്ടുക, എത്ര ഹെഡ് കിട്ടുക എന്നുള്ളതാണ് എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ നോ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് കിട്ടുന്നില്ല പറഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ 0. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എച്ച് is equal to 0 കൊടുക്കാം നമ്മുടെ ഈ ഫോർമുലയിൽ. സോ 8C0 1/2 0 1/2 8 - 0 എന്നാവും. 8C0ൻ്റെ വാല്യൂ 1 ഇൻറ്റു 1/2 0 1 ഇൻറ്റു 1/2 8 - 0 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 8. ദാറ്റ് ഈസ് 1/8/2 1/8ൻ്റെ വാല്യൂ 1, 2/8ൻ്റെ വാല്യൂ 256. സോ ആൻസർ 1/256. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 6 or more ഹെഡ് ആണ്. 6 or more ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 കോയിൻ ടോസ് ചെയ്തതിൽ 6 ഹെഡ് വരാം, 6ൽ കൂടുതൽ വരാം. എന്ന് വെച്ചാൽ ടോട്ടൽ ആകെ 8 കോയിന് ടോസ് ചെയ്യുന്നുള്ളൂ. സോ 6 ഹെഡ് വരാം, 6ൽ കൂടുതൽ പറഞ്ഞാൽ എന്താ? 7 വരാം, 8 വരാം. അതിൽ കൂടാൻ പറ്റുമോ? ഇല്ല, കാരണം 8 കോയിന് ടോസ് ചെയ്യുന്നുള്ളൂ. സോ മാക്സിമം 8 ഹെഡേ വരുള്ളൂ. സോ 6 or more ഹെഡ് എന്ന് പറഞ്ഞാൽ എച്ചിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം? 6 ആവാം, 7 ആവാം, 8 ആവാം. സോ നമ്മൾ ഈ 3 വാല്യൂം കൂടെ ആഡ് ചെയ്തിട്ട് വേണം പ്രോബബിലിറ്റി ചെയ്താൽ. P of h equal to 6 plus h equal to 7 plus h equal to 8. P of h equal to 6 എങ്ങനെയാണ്? ഈ ഫോർമുലയിൽ എച്ചിന് പകരം 6 എന്ന് കൊടുക്കാം. സോ 8C6 1/2 6. ക്യൂവിൻ്റെ വാല്യൂ 1/2 ആണ്. സോ 1/2 8 - 6. n - hന് പകരം 8 - 6 which is equal to 8C6. 8C6 എന്ന് പറഞ്ഞാൽ എന്താണ്? 8ഉം ബാക്കിലേക്കുള്ള 5 നമ്പർ, ടോട്ടൽ 6 നമ്പർ വരണം. അപ്പോൾ 8ഉം ബാക്കിലേക്കുള്ള 5 നമ്പറും ആണ് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. താഴെ 6 ബാക്കിലേക്ക് 1 വരെ മൾട്ടിപ്ലൈ ചെയ്ത് വരാം. അപ്പോൾ ഈ 6 എണ്ണം എഴുതുന്നതിന് പകരം നമുക്കൊരു റിസൾട്ട് ഉണ്ട്. NC6 എന്ന് പറഞ്ഞാലും n - 6 എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. അതായത് 8C6 എന്ന് പറഞ്ഞാലും 8C NC6 എന്തിനോട് ഈക്വൽ ആണ്? NC n - 6നോട് ഈക്വൽ ആണ്. സോ 8C6 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 8C 8 - 6 ദാറ്റ് ഈസ് 2. അപ്പോൾ 6 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8C6 കണ്ടുപിടിച്ചാലും 8C2 കണ്ടുപിടിച്ചാലും സെയിം തന്നെയായിരിക്കും. അതായത് 8C ഇവിടുത്തെ 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 8C6 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? 8ഉം ബാക്കിലേക്കുള്ള 5 നമ്പർ കൊടുക്കാം. സോ 8 7 6 5 4 3 അതില്ലേ 1 2 3 4 5 6 ടോട്ടൽ 6 നമ്പർ വരണം. താഴെ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഈ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 മുകളിലും താഴെയുണ്ട്. അത് ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 8ഉം 2ഉം മുകളിലൊരു 7ഉം. സോ 8ഉം 2ഉം തമ്മിൽ 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര ഉള്ളത്? 4 ഇൻറ്റു 7 28 എന്ന് ആൻസർ കിട്ടി. അല്ല, ഇത് തന്നെയാണോ 8C2? നോക്കാം. 8C2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബാക്കിലേക്കുള്ള ഒരു നമ്പർ എടുത്താൽ മതി. 2 ആകുമ്പോൾ 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. 2ഉം 8ഉം തമ്മിൽ 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 4 ഇൻറ്റു 7 എന്ന് കിട്ടി? 28 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വലിയ വലിയ നമ്പേഴ്സൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. NC6 ഈക്വൽ ടു NC n - 6. സോ 10C4 അതുപോലെ 10C6 10C9 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 10C 10 - 9 അതായത് 10C1 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോഴാണ് കുറച്ച് വലിയ വാല്യൂസ് ഇവിടെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരുപാട് എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. NCR ഈക്വൽ ടു NC n - 6. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ സെയിം തന്നെയായിരിക്കും. സോ നമുക്ക് എത്ര കിട്ടി? 8C6ൻ്റെ വാല്യൂ 28 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 6 അതായത് 1/6/2/6 ദാറ്റ് ഈസ് 1/64. ഇവിടെ 1/2 ഹോൾ റേസ് ടു 8 - 6 ദാറ്റ് ഈസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് വരും. 1/2/2 that is 1/2 1/2 4 which is equal to 28 into 1 into 1 28 by 64 into 4 256.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 3 എണ്ണം ആഡ് ചെയ്യണം അല്ലേ. 6 ഓർ മോർ ഹെഡ് എന്ന് പറഞ്ഞാൽ 6, 7, 8 3 കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്യാണ്. നമ്മൾ h=6 മാത്രമേ കണ്ടുള്ളൂ. ഇനി h=7 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, 8c7, എച്ചിന് പകരം 7 കൊടുക്കുക. അപ്പോൾ 8c7 1/2 1/2 8 - 7. 8c7ൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ എഴുതി നോക്കണ്ട, പകരം നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. നോക്കാം, 8c7 എന്തിനോട് ഈക്വലാണ്, 8c 8 - 7നോട് ഈക്വലാണ്. 8 - 7 എത്രയാണ്, 1. സോ 8c7 എന്തിനോട് ഈക്വൽ ആയിരിക്കും, 8c 1നോട് ഈക്വൽ ആയിരിക്കും. 8c 1ൻ്റെ വാല്യൂ എത്രയാണ്, 8 ആണ്. ഇൻറ്റു 1/2 7, 1/7 1/2 128 ഇൻറ്റു 1/2 8 - 7, 8 - 7 1, 1/2 1/2. അപ്പോൾ മുകളിൽ 8 × 1 × 1 8 ഡിവൈഡഡ് ബൈ 128 × 2 256 എന്ന് ആൻസർ കിട്ടി. ഇനി അടുത്ത h=8 കൂടി ഉണ്ട്. h=8 എങ്ങനെ കണ്ടുപിടിക്കുക, 8c8 1/2 8 1/2 8 - 8. ഈ ഫോർമുലയിൽ എച്ചും എന്നും പിയും ക്യൂവിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. 8c8ൻ്റെ വാല്യൂ 1 ആണ്. 1/2 8 എത്രയാണ്, 1/256. 1/2 8 - 8 എന്ന് പറഞ്ഞാൽ 0. എനി നമ്പർ റേസ് ടു 0 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. സോ 1 × 1 × 1 1/256. അപ്പോൾ 3 പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3 കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ടത് 6ഉം അതിൽ കൂടുതൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ എല്ലാ പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും, 28/256 പ്ലസ് 8/256 പ്ലസ് 1/256 വിച്ച് ഇസ് ഈക്വൽ ടു, എല്ലാറ്റിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ അതിന് ഫിക്സഡാക്കി താഴെ എഴുതി. ഇനി ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. 28 + 8 36 പ്ലസ് 1 37. സോ ഫൈനലി ആൻസർ എന്ത് കിട്ടി, 37/256. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, കോയിൻ ടോസ് ചെയ്യുമ്പോൾ മാക്സിമം എത്ര ഹെഡേ വരാൻ പറ്റുള്ളൂ, 2 ഹെഡേ വരാൻ പറ്റുള്ളൂ. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താ, 2എങ്കിലും വേണം, അതായത് 2ഉം അതിൽ കൂടുതലും ആവാം. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഉണ്ടാകാൻ പറ്റുള്ളൂ, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പറും അതിൽ കൂടുതൽ എത്രയായാലും കുഴപ്പമില്ല. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ അതിൽ കുറവും 0 ആയാലും കുഴപ്പമില്ല. അതാണ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉണ്ടെങ്കിൽ മാക്സിമം 2 എന്നാണ്. സോ എച്ചിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവാം, 2 ആവാം, അല്ലെ മാക്സിമം 2 ആണ്. സോ 2 ഹെഡ് വരാം, 1 ഹെഡ് വരാം, ഹെഡൊന്നും വരാതെ ഇരിക്കാം. അപ്പോൾ എച്ചിന് എന്തൊക്കെ കൊടുക്കുക, അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ h=0, h=1, h=2. ഓക്കെ, എന്തുകൊണ്ടാണ് അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മാക്സിമം ഉണ്ടെങ്കിൽ മാക്സിമം എത്ര പറ്റുള്ളൂ, 2 ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് h=0, 1 വരിക എന്നുള്ളത് h=2, 2 എണ്ണം വരിക പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ h=1, 2 എന്ന് പറഞ്ഞാൽ h=2. സോ അറ്റ്മോസ്റ്റ് 2 ആയതുകൊണ്ട് നമുക്ക് ഈ 3 പ്രോബബിലിറ്റിയും ആവശ്യമുണ്ട്. P of atmost 2 head is equal to P of h equal to 0, 1, 2 കൊടുക്കുക. P of h equal to 0 കാണാനുള്ള ഫോർമുല 8c0 1/2 1/2 8 - 0. 8c0ൻ്റെ വാല്യൂ 1 ഇൻറ്റു 1/2 1 ഇൻറ്റു 1/2 8 - 0 എന്ന് വെച്ചാൽ 1/2 8, ദാറ്റ് ഈസ് 1/256. 3 കൂടെ ഇൻറ്റു ചെയ്താൽ 1/256 കിട്ടി. അടുത്തത് P of h equal to 1 ആണ്. സോ 8c1 P/1, അതായത് 1/2 1 Q/n - h എന്നാണ്. സോ 8 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 8c1ൻ്റെ വാല്യൂ 8, 1/2 1 1/2 1/2 8 - 1 എത്രയാണ്, 1/2 7, ദാറ്റ് ഈസ് 1/128. മുകളിൽ 8 × 1 × 1 8, 2 × 128 256. ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് h=2 ആണ്. h=2 കാണാൻ എന്ത് ചെയ്യുക, NCHന് n 8 ഫിക്സഡ് ആണ്, hന് പകരം 2 എന്ന് കൊടുക്കുക. 8c2, പിയും ക്യൂവും ഫിക്സഡ് ആണ്. പിൻ്റെ വാല്യൂ 1/2 h2, q 1/2 n - h, ദാറ്റ് ഈസ് 8 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 8c2ൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചേ ഉള്ളൂ 28. 1/2ൻ്റെ സ്ക്വയർ 1/4, 1/2 8 - 2 എന്ന് വെച്ചാൽ 1/2 6, ദാറ്റ് ഈസ് 1/64 which is equal to 28 × 1 × 1 28 by 4 × 64 256. നമ്മൾ 3 പ്രോബബിലിറ്റിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ h=0, h=1, h=2. therefore അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, 3 കൂടെ ആഡ് ചെയ്യുക. 1 + 28/256 എന്ന് വരും. 1 + 8 + 28/256, that is equal to 1 + 8 9
പ്ലസ് 28 37 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ 37/256 എന്ന് കിട്ടി. അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ടാണ്. എന്താണ്? ഇഫ് എ ഈസ് എനി നോൺ സീറോ റിയൽ നമ്പർ ദെൻ എ റേസ് ടു 0 ഈക്വൽ ടു 1. അതായത് എനി റിയൽ നമ്പർ, ഇപ്പോൾ നമ്മളിവിടെയൊക്കെ 1/2 റേസ് ടു 0 അതുപോലെ അല്ലേ 1/2 റേസ് ടു 0ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ 1 എന്ന് പറഞ്ഞത്. എനി നമ്പർ റേസ് ടു 0 ചെയ്താൽ കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റിസൾട്ട് NCR ഈക്വൽ ടു എന്താണ്? NC n-R ആണെന്നുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. A basket contains 20 bad oranges and 80 good oranges. 3 are drawn at random from this basket. Find the probability that of 3, first question exactly 2, second one at least 1 and third one at most 2 are good oranges. അപ്പോൾ ഒരു ബാസ്ക്കറ്റിനകത്ത് 20 ബാഡ് ആയിട്ടുള്ള ഓറഞ്ചുകളുണ്ട്, അതുപോലെ 80 ഗുഡ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു ബാസ്ക്കറ്റിനകത്ത് ടോട്ടൽ 100 ഓറഞ്ചാണുള്ളത്. അതിൽ 80 എണ്ണം നല്ലതാണ്, 20 എണ്ണം എന്താണ്? ബാഡാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3 are drawn at random from this basket. ഈ ബാസ്ക്കറ്റിൽ നിന്ന് 3 ഓറഞ്ച് എടുത്തു. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓഫ് 3. ആ 3 എണ്ണത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 2 are good oranges. 3 എണ്ണത്തിൽ 2 എണ്ണം മാത്രം എന്താവുക? നല്ല ഓറഞ്ച് ആവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 1, ഒരെണ്ണമെങ്കിലും നല്ലതാവുക. തേർഡ് വൺ അറ്റ്മോസ്റ്റ് 2, മാക്സിമം നമ്മളെടുത്ത 3 ഓറഞ്ചിലെ മാക്സിമം 2 എണ്ണം എന്താവുക? ഗുഡ് ആവുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, ബാഡ് ഗുഡ് നമ്മുടെ സക്സസ് ഫെയിലിയർ എന്ന് പറയുന്ന കണക്കിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി 2 are ഗുഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ ഗുഡിൻ്റെ ഓപ്പോസിറ്റ് ബാഡ്, അപ്പോൾ ഗുഡും ബാഡും തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഗുഡ് ഓറഞ്ചസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. സോ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന ഒരു ഓറഞ്ച് എന്താവുക? ഗുഡ് ആവാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്തു അല്ലേ. പ്രോബബിലിറ്റി ഓഫ് സക്സസിൻ്റെ സിംഗിൾ ട്രയലാണ്. ഇവിടെ ടോട്ടൽ 100 എണ്ണം ഉണ്ട് ഓറഞ്ച്. അപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് നമ്മളൊരു ഓറഞ്ച് എടുത്തു, ആ ഓറഞ്ച് ഗുഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് P എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പ്രാവശ്യം നമ്മൾ ആ ട്രയൽ ചെയ്തു അല്ലെങ്കിൽ എത്ര എണ്ണമാണ് എടുത്തത് എന്നുള്ളതാണ് N. അപ്പോൾ ഇവിടെ എത്ര എണ്ണം നമ്മൾ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തത്? 3 എണ്ണമാണ്. സോ N is equal to 3. സക്സസ് ഫെയിലിയറും പറയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. ഫോർമുലയാണ് NCH P⁻H Q⁻n-H. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓറഞ്ച് ഗുഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 20 ബാഡും 80 ഗുഡും ആണുള്ളത്. ടോട്ടൽ ബോൾസ് 100. അതിൽ ഗുഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 80 എണ്ണോ ഗുഡുള്ളത്. 80 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആവാം. സോ 80/100 ആണെന്ത്? Pൻ്റെ വാല്യൂ. ഒരു 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 8/10 എന്നാവും. 8/10ൻ്റെ വാല്യൂ എത്രയാണ്? 0.8. അപ്പോൾ P 0.8 ആണെങ്കിൽ Q എങ്ങനെ കാണുക? 1 - P ആണ്. ദാറ്റ് ഈസ് 1 - 0.8 0.2. ഇനി നമുക്ക് ഓരോ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. Pയും Qയും Nഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസ് X എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 2 are ഗുഡ്. 2 എണ്ണം ഗുഡ് ആവുക എന്ന് വെച്ചാൽ Xന് എന്ത് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Nൻ്റെ വാല്യൂ 3. അപ്പോൾ 3C2. Pൻ്റെ വാല്യൂ എത്രയാണ്? 0.8. അപ്പോൾ 0.8 raised to 2. Qൻ്റെ വാല്യൂ 0.2 ആണ്. സോ 0.2 raised to 3 - 2 which is equal to 3C2ൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ്? 3C 3 - 2 ദാറ്റ് ഈസ് 3C1നോട് ഈക്വൽ ആണ്. 3C1ൻ്റെ വാല്യൂ 3 ഇൻറ്റു 0.8ൻ്റെ സ്ക്വയർ 0.64 ഇൻറ്റു 0.2 raised to 3 - 2. 3 - 2 1. സോ 0.2 raised to 1 0.2. മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.384 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 2 എണ്ണം ഗുഡ് ആവുക. സെക്കൻഡ് വൺ അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ്. ഒരെണ്ണമെങ്കിലും എന്താവുക? ഗുഡ് ആവുക. അതായത് ഒന്നാവാം, ഒന്നിൽ കൂടുതലാവാം. അപ്പോൾ ടോട്ടൽ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 എണ്ണം ഗുഡ് ആവാം. എന്ന് വെച്ചാൽ H = 1, H = 2, H = 3 കൊടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ അതിലൊരു റിസൾട്ട് പറഞ്ഞിരുന്നു.
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഒരെണ്ണമെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ഗെറ്റിംഗ് നണ്ണ്, അതായിരുന്നു ഫോർമുല. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഗെറ്റിംഗ് നണ്ണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണമെങ്കിലും നല്ലതാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒന്നും നല്ലതല്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗുഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 1 മൈനസ് പി ഓഫ് നൺ ഈസ് ഗുഡ് ചെയ്യുക. നണ്ണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? എച്ചിന് 0 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 1 മൈനസ് പി ഓഫ് എച്ച് ഈക്വൽ ടു 0 കൊടുക്കാം. അതല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് കൊടുക്കണം. അതിന് പകരം ഇവിടെ എച്ച് ഈക്വൽ ടു 0 പി ഓഫ് നൺ ഈസ് ഗുഡ് കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ആ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ആ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പി ഓഫ് നണ്ണ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എച്ച് ഈക്വൽ ടു 0 എങ്ങനെ കാണാം? 3C0 0.8 റേസ് ടു 0 0.2 റേസ് ടു 3 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആ ടേം ബ്രാക്കറ്റിൽ കൊടുക്കുക. 3C0ൻ്റെ വാല്യൂ 1, 0.8 റേസ് ടു 0 1, 0.2 റേസ് ടു 3 മൈനസ് 0 ദാറ്റ് ഈസ് 0.2ൻ്റെ ക്യൂബ് 0.008 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു 0.008 ചെയ്താൽ 0.008 1 മൈനസ് 0.008 ചെയ്താൽ എന്ത് വരും? 0.992 എന്ന് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്മോസ്റ്റ് 2 ആർ ഗുഡ് ഓറഞ്ചസ്. നമ്മളെടുത്ത 3 എണ്ണത്തിലെ മാക്സിമം 2 എണ്ണമെങ്കിലും എന്താവണം? ഗുഡ് ആവണം. ഒന്നും നല്ലതല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലതാവുകയാണെങ്കിൽ മാക്സിമം എത്രയേ പറ്റുള്ളൂ? 2 പറ്റുള്ളൂ. സോ എച്ച് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2ന് താഴെയുള്ള നമ്പേഴ്സാണ് കൊടുക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 1ൽ കൂടുതലുള്ളത്. അറ്റ്മോസ്റ്റ് ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് താഴെയുള്ളത് കൊടുക്കേണ്ടത്. സോ അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 എടുക്കാം, 1 എടുക്കാം, 0 എടുക്കാം. സോ എച്ച് ഈക്വൽ ടു 0, 1, 2 മൂന്നും കൂടെ ആഡ് ചെയ്യണം. പി ഓഫ് എച്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൻ്റെ വാല്യൂ 3 ആണ് അല്ലേ? 3C0 പി എന്ന് പറഞ്ഞാൽ 0.8. അപ്പോൾ 0.8 റേസ് ടു 0, ക്യൂവിൻ്റെ വാല്യൂ 0.2. അപ്പോൾ 0.2 റേസ് ടു 3 മൈനസ് 0 പ്ലസ് എച്ച് ഈക്വൽ ടു 1 കൊടുത്താൽ 3C1 0.8 റേസ് ടു 1, 0.2 റേസ് ടു 3 മൈനസ് 1 പ്ലസ് എച്ച് ഈക്വൽ ടു 2 കൊടുത്താൽ 3C2 0.8 റേസ് ടു 2, 0.2 റേസ് ടു 3 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 3C0 1, 0.8 റേസ് ടു 0 1, 0.2ൻ്റെ റേസ് ടു 3 മൈനസ് 0 ചെയ്താൽ 0.2 ക്യൂബ് എന്നാവും. ദാറ്റ് ഈസ് 0.008 പ്ലസ് 3C1 3, 0.8 റേസ് ടു 1 0.8, 0.2 റേസ് ടു 3 മൈനസ് 1 എന്ന് വെച്ചാൽ 0.2 സ്ക്വയർ ദാറ്റ് ഈസ് 0.04 പ്ലസ് 3C2ൻ്റെ വാല്യൂ 3, 0.8ൻ്റെ സ്ക്വയർ 0.64, 0.2 റേസ് ടു 3 മൈനസ് 2 പറഞ്ഞാൽ 1 ദാറ്റ് ഈസ് 0.2. ഇനി ഇൻറ്റു ചെയ്യുക. 1 ഇൻറ്റു 1 ഇൻറ്റു 0.008 0.008 പ്ലസ് 3 ഇൻറ്റു 0.8 ഇൻറ്റു 0.04 ചെയ്താൽ 0.096 എന്ന് കിട്ടും. പ്ലസ് 3 ഇൻറ്റു 0.64 ഇൻറ്റു 0.2 ചെയ്താൽ 0.384. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 0.488. അപ്പോൾ നോക്കാം, ഇതുവരെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ഫുൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്നാണ്. ഡയറക്റ്റായിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രോബബിലിറ്റിക്ക് പകരം ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെൻറ്റേജ് തരാം. അതല്ലെങ്കിൽ എത്ര തവണ ഡ്രോസ് ചെയ്താലാണ് നമുക്ക് ഹെഡ് കിട്ടുക, അല്ലെങ്കിൽ എത്ര തവണ എത്ര ബോൾസ് എടുത്താലാണ്, അല്ലെങ്കിൽ എത്ര എണ്ണം എടുത്താലാണ് ഇത് ഗുഡ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് ചെയ്തതിൽ മുഴുവനും നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോബബിലിറ്റിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കിയുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള പ്രോബ്ലംസ് നോക്കാം.